ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ദൈവവൈതലേ, ഈ വചനത്തോട് ഇന്ന് പകൽ പ്രതികരിക്കുമോ? എന്താണ് ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം? എന്താണ് സുവിശേഷം? നമ്മുടെ കർത്താവായ യേശു നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്തു ഈ താണഭൂമിയിൽ വന്നു. നമുക്ക് വേണ്ടി ജനിച്ചു, നമുക്ക് വേണ്ടി ജീവിച്ചു. നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് നാം മരിക്കേണ്ടതിന് പകരമായി നമുക്ക് വേണ്ടി ക്രൂശിൽ തകർക്കപ്പെട്ടു. യേശുക്രിസ്തുവിൻ്റെ ജനനം, യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ ക്രൂശു മരണം, മൂന്നാം നാൾ മരണത്തെ ജയിച്ച് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, ഇത് സുവിശേഷമാണ്. യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഇത് നമ്മോടുള്ള ദൈവത്തിൻ്റെ സുവിശേഷമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തീരുന്നുവോ? ഒരു വിശ്വാസിക്ക് അതിലപ്പുറമായതൊന്നുകൂടിയുണ്ട്. അതെന്താണെന്നോ? യേശു കൊടുത്തൊരു വാക്കുണ്ട്. തന്നെ കാത്തിരിക്കുന്നവരോട് യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ സ്ഥലമൊരുക്കി ഞാൻ വേഗത്തിൽ നിങ്ങളുടെ അടുക്കൽ വരും. നിങ്ങളെ ഞാൻ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൻ്റെ ഏറ്റവും കാതലായ ഒരു പ്രത്യാശയുണ്ട്. സത്യവചനത്തിൽ മറഞ്ഞിരിക്കുന്ന പ്രത്യാശ. അതെന്താണ്? നമ്മുടെ കർത്താവായ യേശു മടങ്ങി വരും. ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം, തേജസ്സുള്ള അനുഭവം, അത് യേശുവിൻ്റെ മടങ്ങി വരവാണ്. യേശു മടങ്ങി വരുമ്പോൾ എന്ത് സംഭവിക്കും? ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ജീവനോടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും രൂപാന്തരം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ എന്തിനായിട്ടാണ് കാത്തിരിക്കുന്നത്? നിങ്ങൾക്കൊരു കാത്തിരിപ്പുണ്ടോ? നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടോ? ഇന്ന് പകൽ നിങ്ങൾ എഴുന്നേൽക്കുന്നത് നിങ്ങളുടെ മണവാളൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരു വലിയ വാഞ്ചയോടെ, ഒരു കാത്തിരിപ്പോടെയാണോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മുൻപിൽ ഒരു ലക്ഷ്യം ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ലോക ജീവിതത്തിൽ കെട്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളിവിടെ കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് മുൻപിൽ ഒരു ലക്ഷ്യമുണ്ടാകണം. നിങ്ങൾ യേശുവിനെ കാത്തിരിക്കുന്നവരാണ്. അതാണ് സുവിശേഷത്തിൻ്റെ തേജസ്സുള്ള പ്രകാശനം. യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ പറഞ്ഞു തീരാത്ത മഹിമയുള്ളൊരു സന്തോഷം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ചിന്ത ഇന്ന് പകൽ നമ്മെ ഭരിക്കണം. അങ്ങനെ ഒരു ചിന്തയാൽ നാം കെട്ടപ്പെടണം. അവൻ എപ്പോൾ വരുന്നു എന്ന് നാം അറിയായിക്കൊണ്ട് സദാകാലവും ഉണർന്നിരിക്കണം. യേശുവിന് വേണ്ടി കാത്തിരിക്കണം. നമുക്ക് മുൻപിൽ ഒരു ലക്ഷ്യമുണ്ടാകണം. ലക്ഷ്യമില്ലെങ്കിൽ ഈ ലോകം നമ്മെ വശീകരിക്കാൻ സാധ്യതയുണ്ട്. പിശാച് തന്ത്രശാലിയാണ്. നമുക്ക് ലക്ഷ്യമില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓട്ടം പ്രയാസമാകാൻ സാധ്യതയുണ്ട്. യേശുവിൻ്റെ മുഖത്ത് അവർ കുത്തി, മുഷ്ടി ചുരുട്ടി കുത്തി, മുഖത്ത് തുപ്പി. യേശു എന്തുകൊണ്ട് അപമാനം അലക്ഷ്യമാക്കിയത്? യേശു എന്തുകൊണ്ടാണ് വീണ് കിടക്കാത്തത്? യേശു എന്തുകൊണ്ടാണ് മുൻപോട്ട് തന്നെ പോകുന്നത്? യേശുവിൻ്റെ മുൻപിൽ ഒരു ലക്ഷ്യമുണ്ട്. അവൻ അപമാനത്തെ അലക്ഷ്യമാക്കുന്നത് തൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷത്തെ കണ്ടതുകൊണ്ടാണ്. തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു.
പിതാവിൻ്റെ അടുക്കലേക്ക് പോകുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. നിങ്ങളുടെ ഹൃദയം തുടിക്കട്ടെ. നിങ്ങളുടെ ചിന്ത മുഴുവൻ യേശുവിനെ കുറിച്ചായിരിക്കട്ടെ. അതെ, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. അവൻ മടങ്ങി വരും. നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം അവൻ തുടച്ചു മാറ്റും. ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, സങ്കടമില്ലാത്ത, മരണമില്ലാത്ത ഒരു നാട്ടിലേക്ക് നിന്നെ വിളിച്ചു കൊണ്ടുപോകും. അവൻ തന്ന വാക്കാണ്. അതാണ് നമ്മുടെ പ്രത്യാശ, തേജസ്സുള്ള പ്രത്യാശ. ഇന്ന് പകൽ പ്രകാശനം ശക്തിയോടെ വെളിപ്പെടട്ടെ. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.